ഹായ് എവരിവൺ, ഹൈറിച്ചുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഹൈറിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുമ്പ് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ മീഡിയയുടെ ന്യൂസ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പല വീഡിയോസും ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓൺലൈൻ ബിസിനസ് രംഗത്തുള്ള ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ വാർത്തകളും ശരിയായിരിക്കണമെന്നില്ല. ചില വാർത്തകളുടെ സോഴ്സൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വാർത്തകളും പുറത്തു വരാറുണ്ട്. അത്തരത്തിലുള്ള വാർത്തകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് തിരുത്തേണ്ടതായിട്ട് വരും. നമ്മളിലുള്ള ഒരു വിശ്വാസ്യത നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ യൂട്യൂബേഴ്സൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ കുറച്ചും കൂടി ജാഗ്രത പാലിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച ഒരു വാർത്തയായിരുന്നു ED ഹൈറിച്ചിന്റെ ഓണേഴ്സിന്റെ വീട്ടിൽ ഒരു റെയ്ഡ് നടത്തുന്നുവെന്നും അതിന് തൊട്ടു മുമ്പ് ഹൈറിച്ചിന്റെ ഓണേഴ്സ് മുങ്ങി എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. പക്ഷെ അതിന്റെ പിറ്റേ ദിവസം തന്നെ ശ്രീന പ്രതാപ് എന്ന് പറയുന്ന ഹൈറിച്ചിന്റെ ഓണേഴ്സിൽ ഒരാളായിട്ടുള്ള ആ ഒരു റെയ്ഡ് നടന്ന വീട്ടിൽ നിന്നുള്ള ലൈവായിട്ടുള്ള വീഡിയോ തന്നെ പുറത്തു വിട്ടിരുന്നു. അവർ വീടിന്റെ പുറത്തിറങ്ങി അവരുടെ വീടിന്റെ ഗേറ്റും റോഡും എല്ലാം കാണിച്ചിരുന്നു. ആ വീഡിയോയിൽ അവർ വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു, ഞങ്ങൾ എവിടെയും ഒളിവിൽ പോയിട്ടില്ല, ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. അതിനുവേണ്ടി അവർ റോഡിൽ വരെ ഇറങ്ങി വന്നാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അവരങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഒരേ രീതിയിൽ ഈ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് അത്തരത്തിലുള്ളൊരു ലൈവ് വീഡിയോ ചെയ്തുകൊണ്ട് ഹൈറിച്ചിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഹൈറിച്ച് യൂണിയനിലുള്ള ആളുകളെ അത് ബോധ്യപ്പെടുത്തേണ്ടി വന്നത്. നമ്മളിപ്പോൾ ആ ഒരു സബ്ജക്റ്റ് എല്ലാം ഇവിടെ ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത്. ED അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ ഹൈറിച്ചിന്റെ മെമ്പറോ അല്ലെങ്കിൽ ഹൈറിച്ച് യൂണിയനുള്ള ആളോ അല്ലെങ്കിൽ ഹൈറിച്ചിന്റെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത ആളോ ഒന്നും തന്നെയല്ല. ഹൈറിച്ചിന്റെ തകർച്ച പലരും ആഗ്രഹിക്കുന്നുണ്ട്. ഞാനത് പറയാനുള്ള കാരണം എൻ്റെ വീഡിയോ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഒരു 4-5 വീഡിയോ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഹൈറിച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈറിച്ചിന്റെ ശരിയായ വശങ്ങളെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുന്ന സമയത്ത് വളരെ വൾഗറായിട്ടുള്ള കമന്റുകളാണ് അതിൽ വരുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു വിഭാഗം ഹൈറിച്ചിന് ശത്രുക്കളായിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് ഹൈറിച്ചിനെതിരായിട്ടുള്ള വീഡിയോകൾക്ക് ഇത്രയേറെ പബ്ലിസിറ്റി കിട്ടുന്നത്. അതിന്റെ അടിസ്ഥാനം എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഒരു വാർത്ത ഹൈറിച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാനിക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ഹൈറിച്ചിന്റെ ഓണേഴ്സ് ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കോടതിയിൽ പോലും ED അന്വേഷണത്തിന് അവർ തയ്യാറാണ് എന്ന് അവർ അറിയിച്ചു കഴിഞ്ഞു. അതിന്റെ ജസ്റ്റ് വീഡിയോ നമുക്കൊന്ന് കാണാം. ഹൈറിച്ചിനെതിരായ ED അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറെന്ന ഉടമകളായ KD പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവർ കോടതിയിൽ. ഇടപാടുകൾ അത്രയും നിയമപരമാണെന്നും കൃത്യമായ രേഖകളുണ്ടെന്നും ഉടമകൾ കോടതിയെ അറിയിച്ചു. ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു അന്വേഷണത്തെയും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാൻ കഴിവുള്ളവരാണ് ഇതിന്റെ മുകളിൽ ഇരിക്കുന്നത് എന്നാണ് ഞാൻ ഇതിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻ എന്തായാലും വരും ദിവസങ്ങളിൽ ഉണ്ടാവും. നമ്മളും ഹൈറിച്ചിന്റെ നീക്കങ്ങളെ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഏതെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.